ഞാൻ മുല്ലത്തളം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 43 എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 1 ഇങ്ങനെ പറയുന്നു: മക്കളെ, അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. പുതിയ തലമുറയ്ക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അമ്മയപ്പന്മാരെ അനുസരിക്കുക എന്നത്. അപ്പനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്നോ എവിടെയോ എപ്പോഴോ കേട്ടു മറന്ന ഒരു കഥയാണ്. ഒരു മകൻ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിലെ ദോശയും സമ്മന്തിയും, തേങ്ങാ സമ്മന്തിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അമ്മയോട് വിളിച്ച് പറഞ്ഞു: അമ്മേ, എനിക്കൊരു 2 ദോശ കൂടെ തരാമോ, സമ്മന്തി ബാക്കി വന്നിരിക്കുന്നു. ഉടനെ അമ്മ പറഞ്ഞു: എടാ മോനെ, ഇനി ആകെ 3-4 ദോശയേ ഉള്ളൂ. അത് അപ്പന് രാവിലെ കൊടുക്കണം. അപ്പന് പണിക്ക് പോകണ്ടേ? അപ്പന് പണിക്ക് പോകുന്നതുകൊണ്ടാണല്ലോ ഈ വീട് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അപ്പന് കൊടുക്കണം മോനെ, ഇനി ദോശയില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ തീന്മേശയിലെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ ഈ 3-4 ദോശ എടുത്ത് ചായയും സമ്മന്തി ഒഴിച്ച് ഈ ദോശയും മേശപ്പുറത്ത് വെച്ചു, ചായയും വെച്ചു. ഇത് കണ്ട അപ്പൻ പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, ഈ പയ്യൻ്റെ അമ്മയോട്: നിനക്ക് എന്നും കൊന്നും എപ്പോഴും ഇത് മാത്രമേ ഉള്ളോടി. എപ്പം നോക്കിയാലും ദോശയും സമ്മന്തിയും, രാവിലെയും ദോശയും സമ്മന്തിയും, വൈകിട്ടും ദോശയും സമ്മന്തിയും. മനുഷ്യനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് എപ്പോഴും ഇത് തന്നെയാണോ നീ തരുന്നത്? അപ്പൻ കയർത്തു, ചൂടായി, ദേഷ്യം കയറി. നീയും നിന്റെ മോനും തിന്നോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യം കയറി അപ്പൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കക്ഷത്തിലായിട്ട് പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആ ചെറിയ സഞ്ചിയും അതിനുള്ളിൽ തോർത്തായിരിക്കും. അപ്പൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. മകൻ ഓർത്തു, ഇതെന്തോ ഒരു അപ്പൻ, കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം ചൂടാകുന്ന എൻ്റെ അപ്പൻ ഒരു ചൂടന, വെറും ചൂടൻ. കാര്യങ്ങളൊന്നും അറിയണമെന്നൊന്നുമില്ല, അങ്ങ് ചൂടാകുക. ദേഷ്യപ്പെടുന്ന അപ്പൻ, എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ഒരു അപ്പൻ. ഭാര്യ ചിന്തിച്ചു, എൻ്റെ ഏത് കഷ്ടകാലത്തിനാണോ ഇദ്ദേഹത്തിന് ഈ കല്യാണാലോചന വന്നപ്പം യേശു പറഞ്ഞത്, എൻ്റെ വിധിയായിപ്പോയല്ലോ എന്നോർത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പയ്യൻ്റെ അമ്മയും തലയിലടിച്ചു. പക്ഷേ ആ ഇടവഴിയിലൂടെ അയാൾ ചിരിച്ചുകൊണ്ട് പോവുക. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? സംഭവിച്ചത് ഇതാണ്: അകത്ത് ഡ്രസ്സ് ചേഞ്ച് കൊണ്ടിരുന്ന അപ്പൻ മകൻ ദോശ ചോദിക്കുന്നത് കേട്ടു. അപ്പൻ അതുകൊണ്ടാണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നപ്പോൾ ദോശ കണ്ടപ്പോൾ, എന്നാൽ മോനെ നീ കഴിച്ചോ എന്ന് പറഞ്ഞ് 2 എണ്ണം അവന് കൊടുത്താൽ അവനൊരു പക്ഷേ കഴിക്കില്ല. അപ്പന് ജോലിക്ക് പോകേണ്ടതാണ്, അപ്പൻ കഴിച്ചോ എന്ന് പറയും. അമ്മയ്ക്കും ദോശയില്ല എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. കാരണം ആകെ 4 എണ്ണമേ ഉള്ളൂ. അപ്പം തൻ്റെ ഭാര്യയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആ അപ്പൻ ഒരു നാടകം അഭിനയിക്കേണ്ടി വന്നു. ഒരു നാടകം, ഒരു ദേഷ്യപ്പെടൽ. ഇതാണ് അവിടെ സംഭവിച്ചത്. സത്യത്തിൽ എത്ര നല്ലൊരപ്പൻ, സത്യത്തിൽ എത്ര നല്ലൊരു ഭർത്താവ്. പക്ഷേ മകൻ്റെ ദൃഷ്ടിയിൽ മകൻ കാണുന്നതൊരു ചൂടാകുന്ന അപ്പനെയാണ്. ഭാര്യ കാണുന്ന ഒന്നിനും കൊള്ളാത്ത, ആവശ്യമില്ലാത്തതിനും ഉള്ളതിനും എല്ലാം ദേഷ്യപ്പെടുന്ന, എനിക്ക് ചേർച്ചയില്ലാത്തൊരു ഭർത്താവ്. പക്ഷേ സത്യം എന്താണ്? ഇതാണ് അപ്പൻ, ഇങ്ങനെയാണ് അപ്പൻ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്: മക്കളെ, നിന്റെ അമ്മയെയും അപ്പനെയും അനുസരിക്കുക. അമ്മ എന്ന് പറയുന്നത് മറ്റൊരു പുണ്യം എന്ന് പറഞ്ഞാൽ പുണ്യമെന്ന പദമല്ലാതെ മറ്റൊരു പദം അവിടെ ഉപയോഗിക്കാനാവില്ല. അമ്മയ്ക്ക് നമ്മളൊന്ന് ഫോൺ ചെയ്തേ: അമ്മേ, ഞാൻ വീട്ടിലോട്ട് വരിക. അങ്ങ് ദൂരെ നിന്ന്, ഒരു പക്ഷേ അടുത്ത ഡിസ്ട്രിക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ദേശത്തായിരിക്കാം, വിദേശത്തായിരിക്കാം. വരുമ്പം അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്തേ: അമ്മേ, ഞാൻ വീട്ടിലോട്ട് വരിക. അമ്മയ്ക്ക് എന്തുവാ വാങ്ങിച്ചുകൊണ്ട് വരണ്ടേ എന്ന് ചോദിച്ചാൽ അമ്മ പറയുന്ന മറുപടി ഒന്നേ ഉള്ളൂ. അത് നമുക്ക് തീർത്തു അറിയാം. എന്താണ് അമ്മ പറയുന്നത്? മോനെ, എനിക്കൊന്നും വേണ്ട, എനിക്കിവിടെ എല്ലാം ഉണ്ടടാ, നീ ഇഞ്ഞു പോര്. അല്ലെങ്കിൽ മോളെ, എനിക്കൊന്നും വേണ്ട, നീ ഇഞ്ഞു പോര്. മക്കളെ കാണുവാൻ മക്കൾ എപ്പോഴും അടുത്ത് വേണമെന്നുള്ള ഒരു ത്വരത അത് എല്ലാ അമ്മയ്ക്കും ഉണ്ടാകും. അമ്മയ്ക്ക് മക്കൾ എപ്പോഴും അടുത്തിരിക്കുന്നതും കൂടെയുള്ളതുമാണ് ഇഷ്ടം.
പ്രത്യേകിച്ച് മക്കൾക്ക് അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ അമ്മയുടെ ഭാവങ്ങൾ മാറും. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അമ്മ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഓ, എനിക്ക് സുഖമില്ല എന്ന് അങ്ങനെ പറഞ്ഞ് മാറിക്കിടക്കുന്ന അമ്മയെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? കാണില്ല. അതാണ് അമ്മ. അതാണ് അമ്മ. അങ്ങ് മരുഭൂമിയിലേക്ക് നോക്കിക്കേ. അവസാനത്തെ തുള്ളി വെള്ളവും തുരുത്തിയിൽ നിന്നെടുത്ത് മകന് കൊടുത്തിട്ട് ഒരു 50 ദൂരത്തിൽ കൊണ്ട് മകനെ കിടത്തിയിട്ട് ഹാഗാർ എന്ന സ്ത്രീ കരയുക. ഒരു 50 ദൂരം, അത്രത്തോളം 10-50 അടി ദൂരത്തിൽ കിടത്തി. ഇനിയും വെള്ളമില്ല. കൊടും മരുഭൂമിയോ ജംഗിൾ ഏരിയ, ഒരു വല്ലാത്ത അനുഭവം, ആരുമില്ലാത്ത അനുഭവം. ഈ കുഞ്ഞൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് കണ്ട് 4 വശത്തും പറന്നുയരുന്ന കഴുകന്മാർ. അവിടെ ആ കുഞ്ഞിനെ ഇരുത്തിയിട്ട് അമ്മ ദൂരം മാറിയിരിക്കുന്നു. അവസാന വെള്ളം പോലും, അവസാനത്തെ ഒരു തുള്ളി വെള്ളവും ആ തുരുത്തിയിൽ നിന്നെടുത്ത് തൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ആ തുരുത്തി വലിച്ചെറിഞ്ഞു. അമ്മ ദൂരെ മാറിയെന്ന് കരയാണ്. തൻ്റെ മകൻ്റെ മരണം കാണാനാവില്ല. അവൾ ഉറക്കെ നിലവിളിച്ചു. ആ കുഞ്ഞും കരഞ്ഞു. അമ്മയുടെ നിലവിളി കേട്ടാണ്ടല്ലോ സ്വർഗം ചൂടാകും. പണ്ട് ശലോമോൻ യഹോവ നല്ലവനല്ലോ, അവൻ ദേ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് ആർത്ത് പാടി നൃത്തം ചെയ്തപ്പം ആലയം പുക കൊണ്ട് നിറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറഞ്ഞതുപോലെ ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കരച്ചിൽ കേട്ടാൽ സ്വർഗം ചൂടായി, സ്വർഗമിളകി. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അമ്മയും കുഞ്ഞും നിലവിളിക്കുകയാണ്. മക്കളുടെ അവസ്ഥ കണ്ടാൽ ഏതമ്മയും നിലവിളിക്കും. ഒരമ്മയുടെ നിലവിളി സ്വർഗം കേൾക്കും. കുഞ്ഞിൻ്റെ നിലവിളി കേട്ടു. ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഏത് തുരുത്തി നീ വലിച്ചെറിഞ്ഞോ, ആ തുരുത്തിയിൽ വീണ്ടും ആ മരുഭൂമിയിൽ തന്നെ നീരുറവയുണ്ടായിട്ട് അതിൽ വെള്ളം നിറച്ചു. നമ്മളൊക്കെ കരുതുന്നത് പോലെ നാം എന്ത് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നു, ഇതൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ആ തുരുത്തികൾ നാളെ നിറയപ്പെടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മക്കളെ, അമ്മയെയും അപ്പനെയും അനുസരിക്കുക, കർത്താവിൽ അനുസരിക്കുക. അതൊരു പുണ്യം തന്നെ. അമ്മയും അപ്പനും, നമ്മൾ ആ അമ്മയോട് നമ്മൾ പറഞ്ഞ അമ്മേ ഒരു 2 ലഡു തരാം അമ്മേ, വിശക്കുന്നു പറഞ്ഞു. ദോശയുടെ പറഞ്ഞ പോലെ അവിടെ ഉണ്ടെങ്കിൽ 2 പകരം അമ്മ 5 എണ്ണം കൊണ്ട് വെക്കും. അമ്മയുടെ കൂടെ ആയിരിക്കും എടുത്ത് വെക്കുന്നത്. അതാണ് അമ്മ. അതൊരു പുണ്യം. 5 ദോശ ആണെങ്കിലും 5 ഇഡലി ആണെങ്കിലും എത്ര ഉണ്ടെങ്കിലും ഞങ്ങളുടെ മക്കളുടെ വയറ് നിറയുന്നതാണ് ഒരു അമ്മയ്ക്ക് പ്രധാനം. അതുകൊണ്ടാണല്ലോ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ. അത് നിങ്ങൾക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു 5000 പേരെ പോഷിപ്പിച്ച കഥ നിങ്ങൾക്കറിയാം. ഒരമ്മ യവത്തിൻ്റെ ആട്ടയെടുത്ത് കുഴച്ച് അതിരാവിലെ മകൻ്റെ കൈ കൊടുത്തയക്കുക. ഒരമ്മയ്ക്കും മക്കൾ വിശന്നിരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. ഒരമ്മയും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ മക്കളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അമ്മ ചോദിക്കുന്നത്, മോനെ നീ എപ്പം വന്നു, നീ ഏത് ട്രെയിനിനാ വന്നേ, അല്ലെ നീ എന്തോ ഇതൊന്നുമല്ല. ഒരമ്മ മക്കളോട് ആദ്യത്തെ കാഴ്ചയിൽ ആദ്യത്തെ ചോദ്യം, നീ വല്ലതും കഴിച്ചോടാ, നീ വല്ലതും കഴിച്ചോടി. അതല്ലേ അമ്മമാര്. അതുകൊണ്ടാണ് ഞാൻ പുണ്യം എന്ന പദം പറഞ്ഞത്. ഇവിടെ നോക്കുക, ആ അമ്മ 5 അപ്പവും 2 മീനും കൊടുത്തയച്ചപ്പോൾ അതുകൊണ്ട് എത്രയോ പേർ, 5000-ന് മുകളിൽ ആളുകൾ വിശപ്പടക്കിയില്ലേ? അവർ കൊടുത്തയച്ച 5 അപ്പവും 2 മീനും ചെന്നെത്തിയത് എവിടെ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹോന്നതനായ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ അപ്പം. ആ അപ്പം ആകാശത്തേക്ക് എടുത്ത് വാഴ്ത്തിയില്ലേ അമ്മ? ആ മകൻ വിശന്നിരിക്കും, അവൻ വിശക്കാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ, ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അമ്മ കൊടുത്തയച്ച ആ ഭക്ഷണം എത്രയോ പേർക്ക് ഉപകാരപ്രദമായി. മക്കളെ, അമ്മയെയും അപ്പനെയും അനുസരിക്കുക, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. അതൊരു പുണ്യം തന്നെയാണ്. മക്കൾ എന്താണെന്നും എങ്ങനെയാണെന്നും അവൻ്റെ കഴിവുകൾ എന്താണെന്നും അവൻ എങ്ങനെയായിരിക്കുമെന്നും എല്ലാം ഒരു അമ്മയ്ക്കറിയാം.
അമ്മയുടെ മടിയിൽ ഒന്ന് കിടന്ന് എത്ര വലിയ ടെൻഷനാണെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് മാറിപ്പോയില്ലേ? അമ്മ എന്ന കോടതി ക്ഷമിക്കാൻ മാത്രമേ അറിയൂ, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. മകൻ എന്തെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് വിശേഷിച്ച് അവന്റെ ശിഷ്യന്മാരോട് പറയുന്നത് എന്താ പറയുന്നത്? അവൻ പറയുന്നത് അനുസരിക്കുക, ക്രിസ്തു പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. അമ്മയ്ക്കറിയാം, ഒരമ്മയ്ക്കറിയാം തൻ്റെ മകൻ എന്തെന്ന്. മക്കളെ, അപ്പനെയോ അമ്മയെയോ അനുസരിക്കുക, അതൊരു പുണ്യമാ. അതില്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ വില അറിയുന്നത്. അമ്മ എന്ന പദത്തിന് അർത്ഥം ഇനിയും എത്രയോ എത്രയോ കഥകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഞാങ്ങണയിൽ വെച്ച് ഒരു കുഞ്ഞിനെ വെള്ളത്തിലൂടെ ഒഴുക്കി വിടുന്ന അമ്മയെ നിങ്ങൾക്കറിയില്ലേ? പിൽക്കാലത്ത് ഒരു ജനതയെ മുഴുവൻ നയിച്ച മോശയെ നിങ്ങൾക്കറിയില്ലേ? അതിൻ്റെ ആദ്യ തുടക്കം അമ്മ കുഞ്ഞിനെ ഞാങ്ങണയിൽ വെച്ചിട്ട് നദിയിലൂടെ ഒഴുക്കി വിടുന്ന കഥ. സ്വന്തം അമ്മ പിന്നീട് മറ്റൊരു വേലക്കാരിയായി നിന്നുകൊണ്ട് ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന കഥ നിങ്ങൾക്കറിയില്ലേ? അമ്മ പുണ്യവതി തന്നെ. ആ കുഞ്ഞ് അവിടെ തന്നെ തിരിച്ചു വരും. അമ്മ പുണ്യം ചെയ്തതാണ്. മക്കളെ, അമ്മയെയും അപ്പനെയും അനുസരിക്കുക. അമ്മയെ മാത്രമല്ല അപ്പനെയും അനുസരിക്കണം. അപ്പ വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? ഒരു പയ്യൻ ചോദിക്കുക അപ്പനോട്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ബലിമൃഗം എവിടെ? ഇന്നും ആ ചോദ്യം ഉയരുക. പക്ഷേ ആ അപ്പനറിയാം, വർഷങ്ങൾക്ക് മുൻപ് അവനൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. നിനക്ക് എണ്ണാമെങ്കിൽ കടലിലെ തീരത്തുള്ള മണൽത്തരി പോയി എണ്ണ്, നിനക്ക് എണ്ണാമെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണ്, അതുപോലെ നിനക്ക് തലമുറയുണ്ടാവുമെന്ന് പറഞ്ഞവൻ, വാക്ക് പറഞ്ഞവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അബ്രഹാം മകനോട് പറഞ്ഞു. എൻ്റെ ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതല്ലാതെ അതിൻ്റെ അർത്ഥത്തോട് ഞാൻ പറയട്ടെ. മോനെ ഇസഹാക്കേ, നീ അപ്പൻ്റെ കൈവരലി പിടിച്ച മതിയടാ മോനെ, അത് മാത്രം മതി. അപ്പനെയും അമ്മയും അനുസരിക്കുക മോനെ ഇസഹാക്ക്. നീ അപ്പൻ്റെ ഈ വിരൽ തുമ്പിലൊന്ന് പിടിച്ചാൽ മാത്രം മതി. കരുതുന്നവനുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, അപ്പനെയും അമ്മയെയും അനുസരിക്കുക. അതൊരു പുണ്യമാണ്. ഒരു പുണ്യം തന്നെയാണ്. അതുകൊണ്ട് എഫേസ്യർ 6:1 പറയുന്നു, മക്കളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ഹലോ ഒന്ന് കേട്ടിട്ട് പോ. ഞാൻ മുല്ലത്തരണ്ടാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ. 43-ാം ഭാഗം.